ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ടിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയാം. അത് 300 മൈൽ പെർ അവർ ബ്രേക്ക് ചെയ്ത ആ കിങ്ങിനെ കുറിച്ച്. ഫസ്റ്റ് നമുക്ക് ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ടിൻ്റെ എഞ്ചിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ യൂസ് ചെയ്യുന്നത് 8000cc W16 എഞ്ചിനാണ്. W കോൺഫിഗറേഷൻ ഉള്ള എഞ്ചിൻ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോക്സ്വാഗൻ ഗ്രൂപ്പ് മാത്രമാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് W12ഉം W16ഉമാണ്. W12 ഔഡിയിലും W16 2005 മുതൽ എല്ലാ ബുഗാട്ടി മോഡലിലും W16 എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. 4 സിലിണ്ടറുകളുടെ 4 നിരയാണ് ഈ എഞ്ചിനിലുള്ളത്. ടോട്ടൽ 16 സിലിണ്ടേഴ്സ്. ഇതിനകത്ത് ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 499.78 cc ആണ്. ടോട്ടലി 16 സിലിണ്ടറിനും കൂടെ 7996 cc വരും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ടോട്ടലി 64 വാൽവ് ഉണ്ട്, 4 വാൽവ്സ് പെർ സിലിണ്ടർ വെച്ചിട്ട് തന്നെ. പിന്നെ ഇതിനകത്ത് ട്വിൻ ടർബോയ്ക്ക് പകരം ക്വാഡ് ടർബോ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ സിലിണ്ടർ ബാങ്കിനും ഓരോ ടർബോ ചാർജർ വെച്ചിട്ട് മൊത്തം 4 ടർബോ ചാർജർ ഈ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ എഞ്ചിൻ ടോട്ടലി 1500 ഹോഴ്സ് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് എഞ്ചിൻ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് മോർ ദാൻ ദിസ്. ലോകത്തിൽ ആദ്യമായി 300 മൈൽ പെർ അവർ അല്ലെങ്കിൽ 482.8 km/h എന്ന സ്പീഡ് ബ്രേക്ക് ചെയ്തത് ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ടാണ്. ഈ വാഹനത്തിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് 490.484 km/h ആണ്. ഈ സ്പീഡ് അതായത് 300 മൈൽ പെർ അവറും കഴിഞ്ഞ്. ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ട് 300+ൻ്റെ ബോഡി വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈ സ്പീഡിലും ബെറ്റർ എയറോഡൈനാമിക് എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് ഡൗൺ ഫോഴ്സിനും ലോ ഡ്രാഗ് കോഷനും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് നൽകുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി 420 km/h വേഗതയിലും നല്ല പെർഫോമൻസും സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിളാണ്. സൂപ്പർ സ്പോർട്ടിൽ യൂസ് ചെയ്യുന്ന W16 എഞ്ചിൻ മറ്റേ ഷിറോണിനേക്കാളും 100 HP കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോട്ടലി 1600 ഹോഴ്സ് പവറാണ് ഈ ഷിറോൺ സൂപ്പർ സ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ബമ്പറിൻ്റെ 2 കോർണറിലും ഹെഡ്ലൈറ്റിൻ്റെ താഴെ കാണുന്ന 2 എയർ കർട്ടൻസ്, ആ വലിയ എയർ കർട്ടൻസും വീലിൻ്റെ മുകളിലുള്ള 2 എയർ ഔട്ട്ലെറ്റ്സും, എൻജിൻ ഹൂഡിൻ്റെ 2 കോർണറിലായിട്ട് ഈ എയർ ഔട്ട്ലെറ്റ്സിൻ്റെ ഹോൾസ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ എയർ കർട്ടൻ വീൽ ഹൗസിൻ്റെ മുകളിലുള്ള ഈ എയർ ഔട്ട്ലെറ്റും കൂടി വണ്ടിയുടെ ഡൗൺ ഫോഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടൽ ഡൗൺ ഫോഴ്സ് റെസിസ്റ്റൻസ് കൂട്ടാതെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ടിൽ യൂസ് ചെയ്യുന്ന പുതിയൊരു ടെയിൽ ഡിസൈനാണ്. നിങ്ങൾക്ക് കാണാം നോർമൽ ഷിറോണിനാലും വ്യത്യസ്തമായിട്ടുള്ളത്. ഇതിന് 25 cm ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, ടോട്ടൽ ലോഞ്ചിറ്റ്യൂഡ് ലെങ്ത്ത്. ഈ ലെങ്ത്തിലുണ്ടായ വർധന വണ്ടിയുടെ മുകളിലൂടെയുള്ള ഫ്ലോ കുറച്ച് ലാമിനാറും സ്മൂത്തും ആകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എയറോഡൈനാമിക് സ്റ്റോൾ കുറയ്ക്കും, അതായത് ബാക്കിലത്തെ വെയ്ക്ക് കുറയ്ക്കാനും എയറോഡൈനാമിക് സ്റ്റോൾ 40% റെഡ്യൂസ് ചെയ്യാനും ഇതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ലിഫ്റ്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും വെഹിക്കിളിന് കൂടുതൽ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. ഈ പുറകിലെ പുതിയ ഡിഫ്യൂസർ ഡിസൈനും ടെയിൽ പൈപ്പ് ഡിസൈനും നെഗറ്റീവ് ലിഫ്റ്റിൽ വളരെ അധികം പങ്കുണ്ട്. ഇത് കാരണമാണ് വെഹിക്കിളിന് ബെറ്റർ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. തീരെ ഭാരം കുറഞ്ഞ മാഗ്നീഷ്യം അലോയ് കൊണ്ടാണ് ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ടിൻ്റെ അലോയ് വീൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള എക്സ്റ്റൻഡഡ് ലെങ്ത് നമുക്കിതിൽ കാണാൻ പറ്റും. ഡിഫ്യൂസർ എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ റിയറിൽ ഏറ്റവും താഴെ കാണുന്ന ഒരു എയർ ചാനലാണ്. ഇത് വെഹിക്കിളിൻ്റെ ബാക്കിലത്തെ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യാനും മുകളിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന എയറിനെ വെഹിക്കിളിൻ്റെ അടിയിലൂടെ വരുന്ന എയറുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാനും വെഹിക്കിൾ അതായത് ബാക്കിലത്തെ ലിഫ്റ്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി വളരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. സൂപ്പർ സ്പോർട്ടിൻ്റെ ഈ എഫക്റ്റീവ് ഡിസൈൻ വണ്ടിക്ക് 300 മൈൽ പെർ അവർ എന്ന ബാരിയറിനെ തട്ടിത്തകർത്ത് വേൾഡ് റെക്കോർഡ് കൈവരിക്കാൻ സഹായിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ അപ്ഡേറ്റഡ് വീഡിയോസ് ആദ്യം തന്നെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. സീ യു ലേറ്റർ.